ഇന്ന് സെപ്റ്റംബർ 5. 3 പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത്. തിരുവോണം, ടീച്ചേഴ്സ് ഡേ, പിന്നെ മിലാദ് ഷെരീഫ്. ഞങ്ങളുടെ സ്കൂളിലെ ഒരു ചെറിയ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ത്യയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെയായിരുന്ന, വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ടീച്ചേഴ്സിന് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗെയിംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പ്രോഗ്രാമായിരുന്നു. കുട്ടികളുടെ ഡാൻസും പാട്ടും ഡ്രാമയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഒരു വട്ടം പോലും ഞാൻ ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല. പക്ഷേ പിന്നെ എപ്പോഴോ എൻ്റെ ഉള്ളിൽ ടീച്ചറാകണം എന്നുള്ള ആഗ്രഹം കടന്നുകൂടി. അങ്ങനെ ഞാനൊരു ടീച്ചറായി മാറി. അത് ഞാനിപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതുമുണ്ട്. ഒരു ടീച്ചറായിരിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒന്നും വേറൊരു പ്രൊഫഷനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഒരു മലയാളി അസോസിയേഷൻ്റെ അത്തപ്പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ. പൂക്കളും ഡിസൈനൊക്കെ ഞങ്ങൾ തലേന്ന് രാത്രി തന്നെ പ്രാക്ടീസ് ചെയ്തതാട്ടോ, വരച്ച് പ്രാക്ടീസ് ചെയ്തതാണ്. പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ പൂക്കളെല്ലാം പൊടിയായി അരിഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. ഓൾറെഡി ബാക്കി ടീമുകളൊക്കെ തന്നെ പൊടിയായി അരിഞ്ഞ പൂക്കളാണ് കൊണ്ടുവന്നിരുന്നത്. 2 മണിക്കൂറാണ് മത്സരത്തിനുണ്ടായിരുന്നത് പൂക്കളം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 മണിക്കൂർ ശേഷമുള്ള ഞങ്ങളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി എങ്കിലും ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയില്ല കേട്ടോ. അതല്ലെങ്കിലും ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം. പ്രൈസൊക്കെ പിന്നെയല്ലേ. എന്തായാലും ഞങ്ങൾ ഈ ട്രിപ്പ് ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ 2 മണിക്കൂർ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ അല്ലേ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എന്തായാലും ഞങ്ങളുടെ പാതി ഞങ്ങൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാക്കി പാതി ദൈവത്തിൻ്റെ കയ്യിലല്ലേ അല്ലേ. പിന്നെ അവിടെ ഒരുപാട് മത്സരങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. വടംവലിയും മ്യൂസിക് ചെയറും അങ്ങനെ ഒത്തിരി പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ പോയൊരു ഫീലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. കാരണം എല്ലാ ഒത്തിരി മലയാളം സംസാരിക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെല്ലാം ആദരവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് ഡേയും കൂടെ ആണല്ലോ. അപ്പം നമ്മുടെ ലിസി മാമിനും സിജി മാമിനും സിന്ധു മാമിനും ജോണി സാറിനുമൊക്കെ ആദരവെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവരെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ് കേട്ടോ. ലിസി മാമിനൊക്കെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി ടീച്ചേഴ്സും ജോണി സാറിനും സിജി മാമിനും സിന്ധു മാമിനും ഒക്കെ 15 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിക്കാറ്റൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വടംവലി മത്സരത്തിൻ്റെ സമ്മാന വിതരണമാണ്. 1 കൊല പഴമാണ് കൊടുത്തത്. പിന്നെ നമ്മുടെ മഹാബലി എത്തിയിട്ടുണ്ട്. അല്ലെങ്കിലും മാവേലി ഇല്ലാത്ത എന്ത് ഓണം അല്ലേ. പിന്നെ നമുക്കൊരു മിനി സദ്യ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോഗ്രാം എല്ലാം അവസാനം ഏകദേശം 11 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ നാളെ ഞങ്ങൾക്ക് ഇവിടെ ഓണാഘോഷമാണല്ലോ. പിന്നെ പൂകെട്ടലും നീരജുക്കുള്ള മൈലാഞ്ചി ഇടലും ഒക്കെ ആയിട്ട് ഏകദേശം 2-2:30 മണിയായി ഉറങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.